ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒരു തെറ്റായിരുന്നെന്നും അതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിക്ക് തന്റെ ജീവൻ തന്നെ വിലയായി നൽകേണ്ടി വന്നുവെന്നുമാണ് കഴിഞ്ഞ ദിവസം മുൻ ധനകാര്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം പറഞ്ഞത്. ഹിമാചൽ പ്രദേശിലെ കുശ്വന്ത് സിംഗ് സാഹിത്യോത്സവത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിനും അതിനെ തുടർന്ന് 20,000-ലധികം പേരുടെ മരണത്തിനും കാരണമായ സിഖ് കലാപത്തിനും ഹേതുവായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്തായിരുന്നു? ആരായിരുന്നു ഭിന്ദ്രൻവാല? എന്തായിരുന്നു ഇന്ദിരാഗാന്ധിയെ ചൊടിപ്പിച്ച സിഖ് ദേശീയവാദം? പരിശോധിക്കാം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നാൽ പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ തമ്പടിച്ച ഖലിസ്ഥാൻ വിഘടനവാദികളെ ഇന്ത്യൻ സൈന്യം സായുധമായി കീഴ്പ്പെടുത്തിയ സൈനിക നടപടിയായിരുന്നു. ഭിന്ദ്രൻവാല ഉൾപ്പെടെയുള്ള ഖലിസ്ഥാൻവാദികൾ ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെടുകയും സുവർണക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. എന്തായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായി പറയാവുന്ന ഉത്തരം ഇതാണ്. എന്നാൽ ഈ ഓപ്പറേഷനിലേക്ക് നയിച്ച കാരണങ്ങളും ഓപ്പറേഷന് ശേഷം നടന്ന കാര്യങ്ങളും ഒരുപക്ഷെ മറ്റൊരു വിഭജനത്തിന് കൂടി കാരണമായേക്കാവുന്നതായിരുന്നു. അത് അമർച്ച ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാജ്യം മറ്റൊരു വിഭജനത്തിന് കൂടി സാക്ഷിയാകേണ്ടി വരുമായിരുന്നു എന്നാണ് നിരീക്ഷകരിൽ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നത്. 80കളുടെ തുടക്കത്തിലാണ് പഞ്ചാബ് കേന്ദ്രമാക്കി ഖലിസ്ഥാൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര പഞ്ചാബ് മാതൃരാജ്യം വേണമെന്ന വാദമുയരുന്നത്. ഈ വാദം ഉന്നയിക്കുന്നവരെ ഖലിസ്ഥാൻ വാദികളെന്നും വിളിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ചില സിഖ് ഗ്രൂപ്പുകളും ഇതിനെ പിന്തുണച്ചതോടെയാണ് ഈ വാദം കൂടുതൽ വളരുന്നത്. പഞ്ചാബിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ അകാലിദൾ 1978-ൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വയംഭരണാവകാശം നൽകണമെന്ന ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ആനന്ദ്പൂർ സാഹിബ് പ്രമേയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ഡ്രാഫ്റ്റിനെ മറപിടിച്ചാണ് പഞ്ചാബിൽ ഖലിസ്ഥാൻ വാദം വളരുന്നത്. സിഖ് ശുദ്ധിവാദിയായ ജർണിയൽ സിംഗ് ഭിന്ദ്രൻവാല അകാലിദളിൽ ചേർന്നതോടെ ഇതൊരു വിഘടനവാദ രൂപമായി മാറി. ആനന്ദ്പൂർ പ്രമേയം നടപ്പിലാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം. ആനന്ദ്പൂർ പ്രമേയം നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടതോടുകൂടിയാണ് പഞ്ചാബ് ആസ്ഥാനമാക്കി ഒരു സിഖ് മാതൃരാജ്യം വേണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതിനായി കൂടുതൽ പ്രചാരണങ്ങൾ നടത്തി. അതെല്ലാം തന്നെ ഒരു ഭീകരവാദ സ്വഭാവമുള്ളതായിരുന്നു. യുവാക്കളിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗങ്ങൾക്കായി. പഞ്ചാബിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ അദ്ദേഹത്തിന് വലിയ പിന്തുണയും ലഭിച്ചു. രാജ്യത്ത് സിഖ് മതവിഭാഗത്തിന്റെ മൂല്യങ്ങളും അവകാശങ്ങളും തകർച്ചയിലാണെന്നും അത് സംരക്ഷിക്കാൻ ആയുധമെടുക്കണമെന്നും ഭിന്ദ്രൻവാല ആഹ്വാനം ചെയ്തു. ഇക്കാലത്ത് പഞ്ചാബിൽ നിരന്തരം ആക്രമണങ്ങൾ അരങ്ങേറി. ആക്രമണങ്ങൾക്ക് പിന്നിലെല്ലാം ഭിന്ദ്രൻവാലയുടെ അനുയായികളായിരുന്നു. രാജ്യത്തിന് പുറത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം ഭിന്ദ്രൻവാല കൂടുതൽ ആയുധങ്ങൾ പഞ്ചാബിലേക്ക് എത്തിച്ചു. അനുയായികൾക്കെല്ലാം അവ വിതരണം ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ ഭിന്ദ്രൻവാല പഞ്ചാബിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായി. ഇതോടെയാണ് അത് അമർച്ച ചെയ്യണമെന്ന ഒരു നിലപാടിലേക്ക് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എത്തുന്നത്. രാജ്യം മറ്റൊരു വിഭജനത്തിന് കൂടി സാക്ഷിയാകേണ്ടി വരുമോ എന്ന ആശങ്കയിൽ നിന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഈ തീരുമാനം. പഞ്ചാബിൽ അരങ്ങേറിയ ഈ ആക്രമണ സംഭവങ്ങൾക്കെല്ലാം ഭിന്ദ്രൻവാല ആസൂത്രണം ചെയ്തത് സിഖ് വിഭാഗക്കാർ ഏറ്റവും പവിത്രമായി കരുതുന്ന സുവർണക്ഷേത്രത്തിന് സമീപത്ത് താമസിച്ചായിരുന്നു. അക്രമ സംഭവങ്ങളിൽ തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ഭിന്ദ്രൻവാല ഒരു ഘട്ടത്തിൽ തന്റെ അനുയായികളെയും കൂട്ടി സുവർണക്ഷേത്രത്തിനകത്തേക്ക് അഭയം പ്രാപിച്ചു. അവിടെ വെച്ചും അദ്ദേഹം തന്റെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കുള്ള ആശയപ്രചരണം തുടർന്നു. ഏതാണ്ട് ഒരു വർഷത്തോളം ഭിന്ദ്രൻവാല സുവർണക്ഷേത്രത്തിനകത്ത് നിന്ന് ഈ വിഘടനവാദത്തിന് നേതൃത്വം നൽകി. വർഷങ്ങളോളം വിഘടനവാദികളുമായി സർക്കാർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് സുവർണക്ഷേത്രത്തിൽ നിന്നും ഇവരെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ സൈനിക നടപടി ആരംഭിക്കുന്നത്. കേവലം സുവർണക്ഷേത്രത്തിനകത്ത് നിന്ന് ഇവരെ പുറത്താക്കൽ മാത്രമായിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ ലക്ഷ്യമെന്നും പഞ്ചാബിൽ നിന്ന് തന്നെ ഈ വിഘടനവാദം തുടച്ചു നീക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി ആരംഭിച്ചതെന്നും പിന്നീടുള്ള ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. ഔദ്യോഗിക രേഖകൾ പ്രകാരം 1984 ജൂൺ 1 മുതൽ 10 വരെയുള്ള ഒരു സൈനിക നടപടി മാത്രമായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. എന്നാൽ ജൂൺ 5 മുതലാണ് സൈന്യം സായുധ നടപടികൾ ആരംഭിച്ചത്. ജൂൺ 1 മുതൽ തന്നെ സൈന്യം സുവർണക്ഷേത്രം വളഞ്ഞിരുന്നു. പഞ്ചാബിലുടനീളം കർഫ്യൂവും പ്രഖ്യാപിച്ചു. മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അക്കാലത്ത് ജൂൺ 1 മുതൽ ഭിന്ദ്രൻവാലയോടും അനുയായികളോടും കീഴടങ്ങാൻ സൈന്യം ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും അത് സാധ്യമാകാതെ വന്നതോടെയാണ് സൈന്യം സായുധ നടപടി ആരംഭിച്ചത്. ജൂൺ 5-ന് ഭിന്ദ്രൻവാലയും അനുയായികളും തമ്പടിച്ചിരുന്ന സുവർണക്ഷേത്രത്തിലെ ഹർമിന്ദർ സാഹിബ് സമുച്ചയത്തിലേക്ക് സൈന്യം പ്രവേശിച്ചു. ശക്തമായ ഏറ്റുമുട്ടലിൽ ഭിന്ദ്രൻവാലയും അദ്ദേഹത്തിന്റെ അനുയായികളും കൊല്ലപ്പെട്ടു. സൈന്യം സുവർണക്ഷേത്രത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. ലഫ്റ്റനന്റ് ജനറൽ കുൽദീപ് സിംഗ് ബ്രാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ നടപടികൾ അത്രയും. ഔദ്യോഗിക രേഖകൾ പ്രകാരം വിഘടനവാദികളും സുവർണക്ഷേത്രത്തിലെ തീർത്ഥാടകരും ഉൾപ്പെടെ 554 പേരും 83 സൈനിക ഉദ്യോഗസ്ഥരും ഈ ഓപ്പറേഷന്റെ ഭാഗമായി കൊല്ലപ്പെട്ടു. എന്നാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ ഉണ്ടായതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങളാണ് പിന്നീട് രാജ്യത്ത് നേരിടേണ്ടി വന്നത്. ഓപ്പറേഷന്റെ പേരിൽ സിഖ് വിഭാഗക്കാരായ അംഗരക്ഷകരാൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം രാജ്യത്താകെ സിഖ് വിരുദ്ധ കലാപമായി വളർന്നു. കലാപത്തിൽ 20,000-ലധികം പേർ കൊല്ലപ്പെട്ടു. കലാപം നടന്നു വർഷങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാപ്പ് പറയുകയും ചെയ്തിരുന്നു.
ഓപ്പറേഷൻ സമയത്ത് കരസേനാ മേധാവിയായിരുന്ന ജനറൽ AS വൈദ്യയെയും സിഖ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയിരുന്നു. 1985-ൽ എയർ ഇന്ത്യ വിമാനത്തിന് നേരെ നടന്ന ബോംബാക്രമണവും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ പ്രതികാരമായി കണക്കാക്കപ്പെടുന്നുണ്ട്. സൈന്യത്തിലേക്കും ഈ കലാപം പടർന്നു. നിരവധി സിഖ് വംശജരായ സൈനികർ സേവനം അവസാനിപ്പിച്ച് വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്കൊപ്പം ചേരുകയും ചെയ്തു. പഞ്ചാബിൽ വിഘടനവാദം തുടച്ചു നീക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയതെങ്കിലും വളരെ വേഗത്തിൽ അത് നടപ്പാക്കാൻ സാധിച്ചിരുന്നില്ല. ഏതാനും വർഷങ്ങൾ കൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ കലാപങ്ങൾ നടന്നു. 1990കളോടെ മാത്രമാണ് പിന്നീട് പഞ്ചാബ് ശാന്തമായത്.